What amount of oxygen is used at STP to obtain 9 gram water from sufficient amount of hydrogen gas? ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വാട്ടർ ഉണ്ടാകുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 9 ഗ്രാം വാട്ടർ ഉണ്ടാവാൻ സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് ചേർന്ന് എത്ര എമൗണ്ട് ഓക്സിജൻ ആണ് വേണ്ടത് എന്നാണ്. അതായത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ്. 9 ഗ്രാം വാട്ടർ കിട്ടാനുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ്. പക്ഷേ ഒരു കാര്യം, STPയിലുള്ള ഇതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വോളിയത്തിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്കറിയാം എല്ലാം വോളിയത്തിൽ തന്നെയാണ്. STPയിലായതുകൊണ്ടാണ് എമൗണ്ട് ഓഫ് ഓക്സിജൻ നമുക്ക് വോളിയത്തിൽ കണ്ടുപിടിക്കേണ്ടത്. ഇത് ചെയ്യാനും നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം വാട്ടർ ഉണ്ടാകുന്ന കെമിക്കൽ ഫോർമുല 2H2 + O2 gives 2H2O. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. നമുക്കറിയാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ്, കിട്ടുന്നത് വാട്ടറാണ്. അപ്പോൾ നമുക്കിവിടെ ഹൈഡ്രജനെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ 2 മോൾ ഹൈഡ്രജനും 1 മോൾ ഓക്സിജനും ചേർന്നാണ് 2 മോൾ വാട്ടർ ഉണ്ടാവുന്നത്. ഈ ഒരു അറിവ് വെച്ച് നമുക്ക് പല ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. സോ നമുക്കിപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ്, വാട്ടർ കിട്ടാനുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1 മോൾ എന്ന് പറയുമ്പം ഓക്സിജൻ്റെ എമൗണ്ട് നമുക്ക് STPയിലാണ് കണ്ടുപിടിക്കേണ്ടത്, വോളിയത്തിലാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇതിനെ ലിറ്ററിലാക്കാം. നമുക്കറിയാം 1 മോൾ എന്ന് പറയുമ്പം 22.4 ലിറ്ററാണ്. ഇത് ഗ്രാമിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെത് ഗ്രാമിൽ തന്നെ എടുക്കാം. നമുക്കറിയാം ഒരു H2O 18 ആണ്, 2 H2O ചേരുമ്പോൾ 36 ഗ്രാമാണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9 ഗ്രാം ഓഫ് വാട്ടർ കിട്ടാൻ എത്ര എമൗണ്ട് ഓഫ് ഓക്സിജൻ എടുക്കണം എന്നുള്ളതാണ്. 22.4 ലിറ്റർ ഓക്സിജൻ എടുക്കുമ്പോൾ 36 ഗ്രാം വാട്ടർ കിട്ടും. എത്ര എമൗണ്ട് ഓഫ് ഓക്സിജൻ എടുത്താൽ 9 ഗ്രാം വാട്ടർ കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഈസി ആയിട്ട് നേരത്തെ ചെയ്തതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ ചെയ്യാം. നമുക്ക് ഈ എക്സും മേളിൽ കൊണ്ടുപോകാം. അപ്പം ഈ 9 മേളിൽ വരും. അപ്പം 22.4 × 9 ഇവിടെയുള്ള 36 താഴെ വന്ന് നമുക്ക് ഈ 9ഉം 36 കൂടെ വെട്ടാം. അപ്പോൾ 4 വരും. ഇനി നമുക്കിപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 22.4 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 5.6 എന്ന് വരും. 5.6 ഡെസിമീറ്റർ ക്യൂബാണിത്.